എൻ്റെ ദൈവവിളി സ്നേഹമാകുന്നു. ലിസ്ബിൽ കർമ്മലമഠത്തിലെ ഏകാന്തതയിൽ വർഷങ്ങൾ ചിലവഴിച്ചപ്പോഴും കൊച്ചുത്രേസ്യയുടെ ഹൃദയം ദൈവവിളിയുടെ അർത്ഥത്തെപ്പറ്റി നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വാഗ്ദാനത്തിൽ അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു; അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു; മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഒരു മിഷണറിയാകണമെന്ന ഒരു ആന്തരിക ആഹ്വാനം എപ്പോഴും അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ വിചാരം തന്നെ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് അവൾ കരുതി. എന്നാൽ തിരുസഭയുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയെന്നതും അത് പൂർത്തീകരിക്കപ്പെടുക എന്നതും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അവളിൽ അങ്കുരിച്ചിരുന്നൊരു മിഷണറി ആകണമെന്നുള്ള ഈ ആഗ്രഹം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നതിനാൽ അത് പൂർത്തീകരിക്കപ്പെടുമെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ പറയുന്നു, ദൈവം എന്നെ നയിച്ച വഴികൾ എത്ര കരുണാർദ്രമാണ്! എനിക്ക് തരാത്ത ഒരാഗ്രഹവും അവിടുന്ന് എന്നെക്കൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല. എന്തായിരുന്നു കൊച്ചുത്രേസ്യയെ സംബന്ധിച്ച് ഈ ലോകത്തിലെ സന്തോഷം? ലൗകികമായ വസ്തുക്കളോ സ്ഥാനമാനങ്ങളോ ഈ ലോകത്തിലെ സുരക്ഷിതത്വമൊന്നും അവൾ സ്ഥായിയായ ആനന്ദം പകർന്നു കൊടുക്കുവാൻ ഉതകുമായിരുന്നില്ല. സ്നേഹം മാത്രമായിരുന്നു അവളുടെ സന്തോഷവും സമ്പത്തും. നമ്മെ നല്ല ദൈവത്തിന് പ്രീതിയുള്ളതാക്കുവാൻ കഴിയുന്നതായി സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. തന്നിമിത്തം സ്നേഹം മാത്രമാണ് ഞാൻ അഭിലഷിക്കുന്ന സമ്പത്ത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.